ഗൈസ്, ഞാൻ സംസാരിക്കുന്നത് ബിഗ് ബോസിലെ ചേട്ടച്ചനെ കുറിച്ചാണ്. അസൂയ, സ്വാർത്ഥത. ഓരോ ആഴ്ചയും ഓരോരുത്തരെ ചാഞ്ഞ് സ്വന്തം കാര്യം നേടിയെടുക്കുന്ന സ്ട്രാറ്റജി. ഓരോ ദിവസവും അയാൾ ഓരോ സീരിയലിൽ അഭിനയിക്കുന്നത് പോലെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അനീഷിന്റെ കോംബോ വിളിച്ച് സാധാരണക്കാരായ ബിഗ് ബോസ് പ്രേക്ഷകരുടെ വോട്ട് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം. ആദില നൂറയുടെ ചേട്ടച്ചൻ കളിച്ച് LGBTQ സപ്പോർട്ടും വോട്ടും നേടാനുള്ള ഒരു തത്രപ്പാട്. അനുവിന്റെ ഫാനിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി അനുവിനെ ചാഞ്ഞൊരു ഡ്രാമ. അങ്ങനെ നുണകൾ കൊണ്ട് കൊട്ടാരം കെട്ടാൻ മിടുക്കനാണ്. മാനിപ്പുലേറ്റിംഗ് കുറുക്കനാണ്. എല്ലാവരുടെയും വേണ്ടപ്പെട്ടവനെന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ട് എന്നാൽ എല്ലാവരെയും ഏത് നിമിഷവും ചതിക്കാനും കൊത്തിപ്പറിക്കാനും ഒരു മടിയുമില്ലാത്തൊരു മനുഷ്യൻ. ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ല, 1% പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത പേഴ്സണാലിറ്റി. ബിഗ് ബോസിന്റെ ടാസ്കിന് പോലും പാരപണത ഇയാളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കടപ്പാട് മനോഭാവം 0% ആണ്. ആദ്യം എന്തെങ്കിലും ഇമ്മ്യൂണിറ്റിയോ ബെനിഫിറ്റോ കിട്ടിയേക്കുമെന്ന് വിചാരിച്ച് മാത്രമാണ് അസൂയക്കാരനായ ഇയാൾ എല്ലാവരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. നെവിനെ യങ്ങർ ബ്രദർ അല്ലെങ്കിൽ ഫ്രണ്ട് ഒക്കെ ആയി കണ്ടിട്ട് അങ്ങനെ ഒരു ഷോ ഓഫ് ഒക്കെ നടത്തിയിട്ട് അവസാനം നെവിന്റെ ടച്ച് ബാഡ് ടച്ച് ആയിരുന്നുവെന്ന് എല്ലാവരോടും പറഞ്ഞു നടന്നു. അവസാനം അതിനൊരു ക്ലാരിറ്റി ചോദിച്ചപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു തട്ടി സ്വന്തം മുഖം രക്ഷിക്കാനൊരു ശ്രമം. അനീഷ് പറഞ്ഞു ഷാനവാസ് ഇവിടെ നിൽക്കണമെന്ന്. ഷാനവാസ് പറഞ്ഞു അനു ഇവിടെ നിൽക്കണമെന്ന്. ലാലേട്ടൻ ചോദിച്ചു അതെന്താ അനീഷിനെ പറയാത്തത്? ഉടനെ തന്നെ പ്ലേറ്റ് മാറ്റി. എനിക്ക് മനസ്സിലായില്ല, ഞാൻ വിചാരിച്ചത് മറ്റെന്തോ ആണ് എന്നൊക്കെ. ഇയാൾ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ്. കള്ളം കണ്ടുപിടിക്കുമ്പോഴും ടാസ്ക് കുളമാക്കി കഴിഞ്ഞുമൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു മെഴുകൽ. ഏഷ്യക്കാരനായ ഷാനവാസ് ഒരു ഡേഞ്ചറസ് ആയ സഹമത്സരാർത്ഥിയാണെന്ന് ഹൗസിനുള്ളിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അനീഷിന് മാത്രം എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് അനീഷിന്റെ സ്ട്രാറ്റജി മാത്രമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞ മാൻ ഓഫ് ഷോ ഓഫ് ആണ്, മാൻ ഓഫ് മാനിപ്പുലേഷൻ. ലാലേട്ടൻ റോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പല്ല് ഞരമ്പി ഇരുന്ന ഷാനവാസ് ചമ്മൽ മറയ്ക്കാൻ നന്നേ പാടുപെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇയാൾ പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്.